നമ്മൾ ഇന്നിപ്പം ഇലക്ട്രോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പൊ ഇലക്ട്രോഡൈനാമിക്സിൽ വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് ഇൻ മാറ്റർ, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ട്രാൻസിയന്റ് കറന്റ്സ്, ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഇത്രയായിരുന്നു ഇലക്ട്രോഡൈനാമിക്സിലെ ചാപ്റ്റേഴ്സ്. മൊത്തത്തിൽ 7 ചാപ്റ്റർ ഉണ്ടായിരുന്നു. നമ്മൾ 7 ചാപ്റ്ററിന്റെയും ക്ലാസ് എല്ലാം കഴിഞ്ഞാണ്. അപ്പോൾ ഇലക്ട്രോഡൈനാമിക്സിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ തുടങ്ങുന്നത്. സോ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഡൈവേർജൻസ് ഓഫ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ നോക്കാം. അപ്പൊ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് A 0, B the volume charge density divided by permittivity, C the surface charge density, D magnetic flux. അപ്പൊ ക്വസ്റ്റ്യന് ദ ഡൈവർജൻസ് ഓഫ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡൈവർജൻസിന് നമ്മള് ഡൈവർജൻസിനെ കാണിക്കുന്നത് എങ്ങനെയായിരുന്നു? ഡെൽ ആയിരുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഡെൽ ഡോട്ട് ഇ എന്താണ്? ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ഇ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് ഡൈവർജൻസ് ഓഫ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്താണ് റോ ബൈ എപ്സിലോൺ ആണ്. അപ്പൊ ഈ റോ എന്താണ്? റോ എന്ന് പറയുന്നത് നമ്മുടെ ചാർജ് ഡെൻസിറ്റി ആണ്. വോളിയം ചാർജ് ഡെൻസിറ്റിനെയാണ് നമ്മൾ റോ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. റോ ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺസ്റ്റന്റ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ദ ഡൈവർജൻസ് ഓഫ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, അതായത് ഡൈവർജൻസിന് നമ്മൾ ഈ ഡെല്ല് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഡെൽ ഡോട്ട് ഇ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണ്. ഈസ് ഈക്വൽ ടു ദ വോളിയം ചാർജ് ഡെൻസിറ്റി. നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ പഠിച്ചിട്ടുണ്ടായിരുന്നു. വോളിയം ചാർജ് ഡെൻസിറ്റി ആണ് റോ. അപ്പൊ ഇവിടെ ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ആണ്. സോ അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത് ക്ലിയർ ആണോ? സോ അത് ക്ലിയർ ആയ ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബി വെച്ചിട്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ക്വസ്റ്റ്യൻ. സോ എന്താണ്? ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. It is independent of position. Its gradient gives the electric field and it is always negative. അപ്പൊ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വി വെച്ചിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതായിരുന്നു? ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി ആണ്. ഇ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും വി എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും. അപ്പൊ ഈ റിലേഷൻ വെച്ചിട്ട് ഇവിടെ എന്താണ് പറയുന്നത്? ഈ ഇലക്ട്രിക് ഫീൽഡ്, ഇത് ഇലക്ട്രിക് ഫീൽഡും ഇതെന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ആണ്. സോ അപ്പൊ ഇത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വെച്ചിട്ട് എന്താണ് അപ്പൊ നമുക്ക് കിട്ടുന്നത്? ഇറ്റ്സ് ഗ്രേഡിയന്റ് ആണല്ലോ. ഇത് ഗ്രേഡിയന്റ് ആണ്. ഇറ്റ്സ് ഗ്രേഡിയൻസ് ഗീവ്സ് ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇറ്റ്സ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, അതാണ് ഡെൽ വി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഗീവ്സ് എന്താണ് തരുന്നത്? ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ഇ വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷനിൽ നിന്നിട്ടാണ് ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഇറ്റ്സ് ഗ്രേഡിയന്റ്. എന്തിന്റെ ഗ്രേഡിയന്റ് ആണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡെൽ വി. ഇറ്റ്സ് ഗ്രേഡിയന്റ് ഗീവ്സ് ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പം നമുക്ക് ഇക്വേഷൻസ് എല്ലാം ഇലക്ട്രോഡൈനാമിക്സിൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്, ഒരുപാട് ലോസ് വരുന്നുണ്ട്, ബയോട്ട്-സവാർട്ട് ലോ, ആംബിയേഴ്സ് ലോ. അപ്പം നമുക്ക് എന്താണ്? ഫാരഡേ ലോ. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് എല്ലാം ഓരോ ലോയ്ക്കും ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്, പല രീതിയിൽ വരുന്നുണ്ട്, പല ഡിഫറൻഷ്യൽ ഫോംസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻസ് കറക്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഇറ്റ്സ് ഗ്രേഡിയന്റ് ഗീവ്സ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഈ ആൻസർ വന്നിരിക്കുന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ്. ഈ ഇക്വേഷൻ എന്തിന്റെ റിലേഷൻസ് ആണ് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്. ലാപ്ലേസ് ഇക്വേഷൻ
ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്? അപ്പം ലാപ്ലേസ് ഫ്രീ സ്പേസിലെ ലാപ്ലേസ് ഇക്വേഷന് എന്തിന്റെ സൊല്യൂഷൻ ആണ് വരുന്നത്? നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. എ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ, എ ലീനിയർ പൊട്ടൻഷ്യൽ, എ സൈനുസോയിഡൽ പൊട്ടൻഷ്യൽ, എ ക്വാഡ്രാറ്റിക് പൊട്ടൻഷ്യൽ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഇതിന്റെ ആൻസർ, കറക്റ്റ് ആൻസർ വരുന്നത് ക്വാഡ്രാറ്റിക് പൊട്ടൻഷ്യൽ ആണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. ലാപ്ലേസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്. അപ്പൊ ലാപ്ലേസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ് ഇക്വേഷൻ വരുന്നത് del square y equal to 0 എന്നാണ്. അതിന്റെ ജനറൽ സൊല്യൂഷൻ, അതായത് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴും അത് ഹാർമോണിക്. ഇതിപ്പം വാട്ട് ഈസ് ദ ജനറൽ സൊല്യൂഷൻ എന്നാണെങ്കിൽ അതിന്റെ ആൻസർ ഏത് വന്നേനെ? ഹാർമോണിക്. ഇവിടെ ഇതിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, അപ്പൊ ഇവിടെ ഞാൻ എഴുതിയേക്കാം. ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ജനറൽ സൊല്യൂഷന്, ലാപ്ലേസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്താണ് പറയുന്നത്? ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. ഹാർമോണിക് ഫംഗ്ഷനെ പറ്റിയാണ് പറയുന്നത്. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് ലീനിയർ പിന്നെ ക്വാഡ്രാറ്റിക് അതുപോലെ കോംപ്ലക്സ് ഫംഗ്ഷൻസ് എല്ലാം ഉൾപ്പെടും. അത് ബൗണ്ടറി കണ്ടീഷനിലായിരിക്കും ഈ പറയുന്ന ജനറൽ സൊല്യൂഷൻ, ലാപ്ലേസ് ഇക്വേഷൻ ജനറൽ സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ, അതായത് സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ഫ്രീ സ്പേസ്, അതിന്റെ ആൻസർ വരുന്നത് ക്വാഡ്രാറ്റിക് പൊട്ടൻഷ്യൽ ആണ്. കാരണം എന്താണ്? ക്വാഡ്രാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കോമൺ സൊല്യൂഷൻ ആണ്. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ് പറയുന്നത്. സോ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതിന്റെ കറക്റ്റ് ഈ ക്വാഡ്രാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: എക്സ് പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് സി ഇസഡ് സ്ക്വയർ പ്ലസ് ഡി ഓഫ് എക്സ് വൈ. ഇങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവിലാണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കുക, സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ് പറയുന്നത് ക്വാഡ്രാറ്റിക് പൊട്ടൻഷ്യൽ ആണ്. കാരണം എന്താണ് ഇത് പറയുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഫ്രീ സ്പേസിൽ ക്വാഡ്രാറ്റിക് പൊട്ടൻഷ്യൽ കറക്റ്റ് ആൻസർ ആവാൻ കാരണം. ഇനി ഇപ്പൊ ഈ ക്വാഡ്രാറ്റിക് പൊട്ടൻഷ്യന് പകരം ഇതുപോലെ ഇക്വേഷൻസ് ആണ് വന്നെങ്കിൽ നോക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം സെക്കൻഡ് ഡെറിവേറ്റീവിലുള്ള കോമൺ സൊല്യൂഷൻ ആയതുകൊണ്ടാണ് ക്വാഡ്രാറ്റിക് പൊട്ടൻഷ്യൽ ലാപ്ലേസ് ഇക്വേഷൻ ഫ്രീ സ്പേസിന്റെ സൊല്യൂഷൻ ആവാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോളറൈസേഷൻ? പോളറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ പി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഇൻ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. അപ്പൊ എന്റെ ആൻസർ ഏതാന്ന് നോക്കാം. അലൈൻമെന്റ് ഓഫ് മാഗ്നറ്റിക് ഡൈപോൾസ്, പിന്നെ ഏതാണ്? alignment of atomic dipoles in response to an external magnetic field, creation of free charges, breakdown of the material. അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അലൈൻമെന്റ് ഓഫ് അറ്റോമിക് ഡൈപോൾസ് ഇൻ റെസ്പോൺസ് ടു ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമ്മൾ പോളറൈസേഷൻ എന്താണ്, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്താണെന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ചാപ്റ്റർ തന്നെയായിരുന്നു ഡൈഇലക്ട്രിക് മെറ്റീരിയലിന്റെ ഉള്ളത്. അപ്പൊ അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പോളറൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൈഇലക്ട്രിക് മെറ്റീരിയലിലുള്ള പോളറൈസേഷൻ എന്താണെന്നാണ് പറയുന്നത്. അത് ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോസസ്. ഇതൊരു പ്രോസസ് ആണ്. അവിടെ എന്താണ് നടക്കുന്നത്? ശരിക്കും നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെക്കുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ടല്ലോ. ആ ചാർജസ് എന്ത് ചെയ്യും? പതുക്കെ അതിന്റെ ഓപ്പോസിറ്റ്, പോസിറ്റീവിലുള്ള ചാർജ് എല്ലാം നെഗറ്റീവിലേക്കും നെഗറ്റീവിലുള്ള ചാർജസ് എല്ലാം എന്ത് ചെയ്യും? പോസിറ്റീവിലേക്കും പതുക്കെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. എപ്പോഴാണ് അത് ഷിഫ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഷിഫ്റ്റിംഗ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചെറിയ ഇലക്ട്രിക് ഡൈപോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? അങ്ങനെ ഇലക്ട്രിക് ഡൈപോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ശരിക്കും പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മളൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിനകത്തുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പോസിറ്റീവ് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജസിന്റെ അടുത്തേക്കും നെഗറ്റീവ് ചാർജസ് പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്കും സ്ലൈറ്റ്ലി ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചെറിയ ഇലക്ട്രിക്
ഡൈപോൾസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന ആ ഒരു മൊത്തത്തിൽ പറയുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളറൈസേഷൻ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് പോളറൈസേഷൻ, അവിടെ ഒരു ഉണ്ടാകുന്ന ഇലക്ട്രോൺ ക്ലൗഡ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാരണം. അതുപോലെ അയോണിക് പോളറൈസേഷൻ ഉണ്ട്. അയോൺസ് എന്താണ്, നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉണ്ടല്ലോ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അയോണിക് പോളറൈസേഷൻ. പിന്നെ ഓറിയന്റൽ പോളറൈസേഷൻ എന്ന് വെച്ചാൽ പോളാർ മോളിക്യൂൾസിന്റെ എല്ലാം അപ്പൊ ആ ഒരു ഷിഫ്റ്റിങ്, ആ ഒരു ചാർജസിന്റെ ഷിഫ്റ്റിങ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഡൈപോൾസ്, അതാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ്, അലൈൻമെന്റ് ഓഫ് അറ്റോമിക് ഡൈപോൾസ് ഇൻ റെസ്പോൺസ് ടു ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ബയോട്ട് സവാർട്ട് ലോ എന്താണെന്നാണ്. ബയോട്ട് സവാർട്ട് ലോ ഗീവ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു. അപ്പം ബയോട്ട് സവാർട്ട് ലോ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഗീവ്സ് എങ്ങനെയാണ് തരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. എ സ്റ്റേഷനറി പോയിന്റ് ചാർജ്, എ മൂവിംഗ് പോയിന്റ് ചാർജ്, എ കറന്റ് എലമെന്റ്, എ മാഗ്നറ്റിക് മോണോപോള. അപ്പം കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഈ സി ആണ്, കറന്റ് എലമെന്റ് ആണ്. കാരണം എന്താണ്, ബയോട്ട് സവാർട്ട് ലോ എന്താണ് പറയുന്നത്? ബയോട്ട് സവാർട്ട് ലോ എന്താണ് ഇവിടെ എഴുതാം? dB equal to μ0/4π I dl cross r cap by r square. ഇതിലെ dB എന്തായിരുന്നു? ബി എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ആണ്. പിന്നെ ഐ എന്താണ്? കറന്റ് ഇൻ ദ വയർ. നമ്മൾ എടുക്കുന്ന ആ ഒരു വയറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ്. ഡി എൽ എന്താണ്? ഐ കറന്റ് ആണ്. ഡി എൽ എന്തായിരുന്നു? ഡി എൽ എന്താണ്? ആ ലെങ്ത്, നമ്മൾ എടുക്കുന്ന ആ ഒരു വയറിലൂടെ കറന്റ് പോകുന്നതാണ് ഐ പറഞ്ഞിരിക്കുന്നത്. ആ വയറിന്റെ ലെങ്ത് ആണ് എൽ. ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആർ ക്യാപ്പ് എന്താണ്? യൂണിറ്റ് വെക്ടർ ആണ്. പിന്നെ ഈ ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ഒബ്സർവേഷൻ പോയിന്റ്. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു വയറാണെങ്കിൽ അതിന്റെ ആ വയറിന്റെ എലമെന്റും പിന്നെ അതിന്റെ ഒബ്സർവേഷൻ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്. മ്യൂസീറോ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. മ്യൂസീറോ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പിന്നെ ബൈ 4π എന്താണ്? കോൺസ്റ്റന്റ് ആണ്. 4ഉം പൈയുടെ വാല്യൂ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഒരു മൂവിംഗ് പോയിന്റ് ചാർജ്, ഒരു മൂവിംഗ് പോയിന്റ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചാർജ് അവിടെ ചാർജ് ഫ്ലോ നടക്കുമ്പോഴാണല്ലോ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും അതായിരുന്നു നമ്മുടെ ഈ ബയോട്ട് സവാർട്ട് അത് നന്നായിട്ട് പറയുന്നത് ലോറൻസ് ഫോഴ്സും ആംബിയേഴ്സ് ലോ ആണ് പറയുന്നത്. പക്ഷെ ബയോട്ട് സവാർട്ട് ലോ എന്തിനാണ്? സ്പെസിഫിക്കലി ടൈപ്പ് ടു കറന്റ് എലമെന്റ്സ്, അതായത് ചെറിയ കറന്റ് ഫ്ലോയിനെ പറ്റി സ്റ്റഡി നടത്താൻ വേണ്ടി ഏറ്റവും നല്ല ലോ ഏതായിരുന്നു? ബയോട്ട് സവാർട്ട് ലോ ആണ്. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ, കറന്റ് എലമെന്റ് വന്നിരിക്കുന്നത്. കാരണം ഇത് ശ്രദ്ധിക്കുക, ഞാൻ പ്രത്യേകം പറയാം. ബയോട്ട് സവാർട്ട് ലോ ഈസ് സ്പെസിഫിക്കലി ബെറ്റർ ഫോർ കറന്റ് എലമെന്റ്. പക്ഷേ നമ്മുടെ മൂവിംഗ് പോയിന്റ് ചാർജ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ എല്ലാം പറ്റി മൂവിംഗ് പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ എല്ലാം ഇതിലും നന്നായിട്ട് പറയുന്നത് മറ്റ് രണ്ട് ലോസ് ആണ്, ലോറൻസ് ഫോഴ്സും ആംബിയേഴ്സ് ലോസും. പക്ഷെ ഇവിടെ എന്താണ്? ബയോട്ട് സവാർട്ട് ലോ എന്തിനാണ്? മെയിൻലി കറന്റ് എലമെന്റ്സിനാണ് കൂടുതലും അത് സ്പെസിഫൈ ആയിട്ട് ഉള്ളത്. അതാണ് ഇതിന്റെ ആൻസർ, കറന്റ് എലമെന്റ് വരാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംബിയർ സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. ആംബിയർ സർക്യൂട്ടൽ ലോ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഓക്കെ, ആംബിയർ സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. ഓപ്ഷൻസ് നോക്കാം. എ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ 5 വെച്ചിട്ടാണ് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറന്റ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? കറന്റിന് പ്രൊപ്പോർഷൻ ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ്, ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എൻക്ലോസ്ഡ് കറന്റ്. നെക്സ്റ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് ക്ലോസ്ഡ് ലൂപ്സ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ ജനറേറ്റഡ് ഓൺലി ബൈ പെർമനന്റ് മാഗ്നറ്റ്സ്. അപ്പൊ നമുക്ക് ഈ ആംബിയർ സർക്യൂട്ടൽ ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ലോ ശരിക്കും സ്റ്റേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെയാണ്. ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ലൈൻ ഇന്റഗ്രൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇന്റഗ്രൽ ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വട്ടം കൊടുക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. വി ഡോട്ട് ഡി എൽ ഈക്വൽ ടു
μ0 I enclosed. ഇതാണല്ലോ ശരിക്കും ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. സോ ആംപിയർ സർക്യൂട്ടൽ ലോ എന്താണ് റിലേറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. എവിടെയുള്ള ഇത് ബി ആണല്ലോ മാഗ്നറ്റിക് ഫീൽഡ്, പക്ഷെ എവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്? അറൌണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ്. അതാണ് ഈ കാണിക്കുന്നതാണ് ക്ലോസ്ഡ് ലൂപ്പ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ടു ദ ടോട്ടൽ കറണ്ട്, അതാണ് ഈ I enclosed പറയുന്നത്. ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ ദ എൻക്ലോസ്ഡ്, അത് ഈ I enclosed എന്ന് കണ്ടല്ലോ, എൻക്ലോസ്ഡ് സർഫസ്. എൻക്ലോസ്ഡ് സർഫസ്. അപ്പൊ എന്താണ് ആംപിയർ സർക്യൂട്ടൽ ലോ പറയുന്നത്? ഒന്നുകൂടെ പറയാം. മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി. മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ടു ദ ടോട്ടൽ കറണ്ട്, ഇതാണ് ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ ദ. ടോട്ടൽ കറണ്ട് എതിലാണ് പാസ് ചെയ്യുന്നത്? ഒരു എൻക്ലോസ്ഡ്, മൊത്തം ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സർഫസിൽ കൂടെയാണ് കറണ്ട് പാസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്റഗ്രൽ ഈ ബി ഡോട്ട് ഡി എൽ ആണ് ശരിക്കും നമ്മുടെ ലൈൻ ഇന്റഗ്രൽ. ഇതിനെ ടുഗദർ ആയിട്ട് പറയുന്ന പേരാണ് ഈ പറയുന്ന ലൈൻ ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബിയും പിന്നെ അറൌണ്ട് എ ക്ലോസ്ഡ് പാത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. I enclosed എന്താന്ന് വെച്ചാൽ ഈ I enclosed എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ആണ്. ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്, അതായത് ആ കറണ്ടിനെ ആ ഒരു പാത്ത് ടോട്ടലി എന്താണ് കവർ ചെയ്തിരിക്കുവാണ്, ടോട്ടലി തന്നെ എൻക്ലോസ് ചെയ്തിരിക്കുവാണ്. പിന്നെ μ0 എന്താണെന്ന് അറിയാലോ, ഇതെന്താണ്? പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻⁷ (m/a²). ഇതാണ് അതിന്റെ വാല്യൂ വരുന്നത്. സോ അപ്പം ഈ ആംപിയർ സർക്യൂട്ടിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് അറിയാം. ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എൻക്ലോസ്ഡ് കറണ്ട് I enclosed. ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഡൈവർജൻസ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഫ്രീ സ്പേസ് ഈസ്. ഡൈവർജൻസ് എന്താണ്? ഡെൽ ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞായിരുന്നു ഡെൽ ഡോട്ട് ഇ. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ ഡൈവർജൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഡാഷ് ഈസ് എന്താണെന്നാണ്? 0 ഈക്വൽ ടു ചാർജ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റി ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. അപ്പൊ നമ്മൾ ഇത് ഇക്വേഷൻ വഴി പഠിച്ചിട്ടുണ്ട്. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ. ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനും പറഞ്ഞത്. ആൻസർ സെയിം ആണ്, ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആയിട്ട് വന്നേ ഉള്ളൂ. അപ്പൊ ഇത് എന്താണ് ഈക്വൽ? ഇത് എന്തായിരുന്നു? വോളിയം ചാർജ് ഡെൻസിറ്റി ആയിരുന്നു റോ വരുന്നത്. വോളിയം ചാർജ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി. ഇത് എപ്സിലോൺ എന്താണ്? പെർമിറ്റിവിറ്റി. ഇതാണ് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ, വോളിയം ചാർജ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലും ഡിസ്കസ് ചെയ്തിരുന്നത്. ദ ഡൈവർജൻസ് ഓഫ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു. കണ്ടോ, അപ്പം ഒരേ ഇക്വേഷനിൽ നിന്നാണ് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള ഇക്വേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ് വരുന്നത് ദ കേള്. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഡൈവർജൻസ് ആണ്, ഡെൽ ഡോട്ട് ആണ് പറഞ്ഞത്. ഇനി കേള് വരും, അതായത് ഡെൽ ക്രോസ്. ദ കേൾ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് നമ്മൾ ഈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സോ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു എന്താണെന്നാണ് ക്വസ്റ്റ്യൻ? ദ കേൾ ഓഫ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യന് പകരം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാം. സോ എന്താണ് ഡെൽ ക്രോസ് ഇ? എന്താണ്? 0 ആണ്. ഇത് ആ ഇക്വേഷൻ തന്നെയാണ്, നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ്. ഡെൽ ക്രോസ്, ഇവിടെ ഒരുപാട് ഇക്വേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം ഇക്വേഷനിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്, ഇലക്ട്രോഡൈനാമിക്സിൽ നിന്ന്. സോ എന്താണ്? 0 ആണ്. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 ആണ്. ഡെൽ ഡോട്ട് ഇ എന്തായിരുന്നു? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ. സോ കറക്റ്റ് ആൻസർ എന്താണ്? 0 ആണ്. നെക്സ്റ്റ് വരുന്നത് പോളറൈസേഷൻ. പോളറൈസേഷൻ ഇൻ ആൻ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് ഡിഫൈൻഡ് ആസ്. നമ്മളിപ്പോ പോളറൈസേഷൻ എന്താന്ന് പറഞ്ഞായിരുന്നു, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്തെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പോളറൈസേഷൻ എന്താണ്? ക്യാപിറ്റൽ P ആണ്. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ എന്താണ് പോളറൈസേഷനെ പറ്റി പറഞ്ഞത്? ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എടുത്തു. അപ്പൊ ആ ഡൈഇലക്ട്രിക് മെറ്റീരിയലിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുവാണെങ്കിൽ അവിടെയുള്ള ചാർജസിന് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെയുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചെറിയ ഇലക്ട്രിക് ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനായിരുന്നല്ലോ നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പോളറൈസേഷൻ ഇൻ എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് ഡിഫൈൻഡ് ആസ്. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? അലൈൻമെന്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾസ്.
അപ്പൊ ഈ പോളറൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ പറയാം. നമ്മളൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എടുത്തു. അപ്പൊ ആ ഡൈഇലക്ട്രിക് മെറ്റീരിയലിൽ എന്ത് വെച്ചു, ഒരു പുറത്തുനിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആ ഡൈഇലക്ട്രിക്കിനകത്ത് ഒരുപാട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. പോസിറ്റീവ് എല്ലാം നെഗറ്റീവിലേക്ക് പോകും, നെഗറ്റീവ് ചാർജസ് എല്ലാം പോസിറ്റീവിലേക്ക് വരും. അപ്പൊ അങ്ങനെ ആ ഷിഫ്റ്റ് നടക്കുമ്പോഴത്തേന് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ഡൈപോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, അതാണല്ലോ ഇലക്ട്രിക് ഡൈപോൾസ്. അപ്പൊ അങ്ങനെ ഇലക്ട്രിക് ഡൈപോൾസ്, അപ്പൊ അവിടെ നടക്കുന്ന ആ ഒരു ഫുൾ പ്രോസസ്സിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം പോളറൈസേഷൻ എന്താണ്, ഈ പറയുന്ന ഈ ഷിഫ്റ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഡൈപോൾസ് കാരണമാണല്ലോ ഈ പോളറൈസേഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് ആൻസർ അലൈൻമെന്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾസ് വന്നിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ അലൈൻമെന്റ് ഓഫ് മാഗ്നറ്റിക് ഡൈപോൾസും ഉണ്ട്. പക്ഷെ കറക്റ്റ് എന്താണ്, നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ഇലക്ട്രിക് ഡൈപോൾസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബയോട്ട് സവാർട്ട് ലോ ആണ്. ബയോട്ട് സവാർട്ട് ലോ ഗീവ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു, എന്തായിരുന്നു ബയോട്ട് സവാർട്ട് ലോ എന്താണ് പറഞ്ഞിരുന്നത്? ബയോട്ട് സവാർട്ട് ലോ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ ബയോട്ട് സവാർട്ട് ലോയുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇക്വേഷൻ എല്ലാം എഴുതിയാണ്. ഡി ബി ഈക്വൽ ടു μ0/4πi dl ഇൻറ്റു ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. ഇവിടെ നമ്മൾ പറഞ്ഞു ബയോട്ട് സവാർട്ട് ലോ ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കറന്റ് എലമെന്റിനെ പറ്റിയാണ്. ഇവിടുത്തെ ക്വസ്റ്റിനും ബയോട്ട് സവാർട്ട് ലോ ഗീവ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, എ മൂവിങ് ചാർജ് ഓർ കറന്റ് എലമെന്റ്. അപ്പൊ ബയോട്ട് സവാർട്ട് ലോ എന്താണ് പറയുന്നത്, ഒരു ചാർജ് കാരണം അവിടെ ഒരു മൂവിങ് കറന്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം എ മൂവിങ് ചാർജ് ഓർ കറന്റ് എലമെന്റ്, അതിനെ പറ്റിയാണ്. കറന്റ് എലമെന്റ് എന്ന് എവിടെയെങ്കിലും കണ്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കറന്റ് എലമെന്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ഏതാണ്, ബയോട്ട് സവാർട്ട് ലോ. അതായിരുന്നു നമ്മുടെ മുന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ പിന്നെ അതിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇക്വേഷനിൽ വരുന്ന ടേംസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ ആർ ക്രോസ് ബൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ അതിൽ ഓരോ വരുന്ന ടേംസും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് ബൗണ്ട് ചാർജസ് അപ്പിയേഴ്സ് ഡ്യൂ ടു. അപ്പൊ ബൗണ്ട് ചാർജ് ബൗണ്ട് ചാർജസ് അപ്പിയേഴ്സ് ഡ്യൂ ടു, ബൗണ്ട് ചാർജ് ആവുന്നത് എവിടെയാണെന്നാണ്. അപ്പൊ ഓപ്ഷൻസ് നോക്കുക. ഫ്രീ ഇലക്ട്രോൺ മോഷൻ, പോളറൈസേഷൻ ഇൻ ഡൈഇലക്ട്രിക്സ്, പിന്നെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പൊ ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത്, അപ്പൊ ആദ്യം ഞാൻ ബൗണ്ട് ചാർജസ് എന്താന്ന് പറയാം. ബൗണ്ട് ചാർജസ് ആർ ചാർജസ് that arise due to the polarization of a dielectric material when placed in an external electric field. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്. നമ്മൾ പോളറൈസേഷനും ഡൈഇലക്ട്രിക് ചാർജസ് എല്ലാം പറഞ്ഞില്ല. അതായത് ബൗണ്ട് ചാർജസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഉണ്ടാവുന്നത്, നമ്മൾ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഫോം ചെയ്യുന്ന പോളറൈസേഷൻ ഉണ്ടല്ലോ. എവിടെ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെക്കുമ്പോഴാണല്ലോ പോളറൈസേഷൻ അറൈസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ചാർജ് അത് ദേ ആർ നോട്ട് ഫ്രീ ടു മൂവ്. അതിന് ഒരിടത്ത് നിന്ന് ആ മെറ്റീരിയലിൽ നിന്ന് തന്നെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോവാൻ അതിന് സാധിക്കത്തില്ല. അത് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബൗണ്ട് ചെയ്തിരിക്കുവാണ്. ബൗണ്ട് ടു ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അതൊരു ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിട്ട് അത് എന്ത് ചെയ്തിരിക്കുവാണ്, ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ സാധിക്കാത്തത്. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ബൗണ്ട് ചാർജസ് ആർ ചാർജസ് that arise due to polarization of a dielectric material when placed in an external electric field. ഒരു external electric field വെക്കുമ്പോൾ ഡയലക്ട്രിക് മെറ്റീരിയലിനകത്ത് ഒരു പോളറൈസേഷൻ ആവുന്നുണ്ട്. പോളറൈസേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ചാർജ് ആണ് ബൗണ്ട് ചാർജസ്. അത് ഇങ്ങനെ അതിനകത്തുള്ള ചാർജസ്, അതിനകത്തുള്ള ആറ്റംസ് മോളിക്യൂൾസ് തമ്മിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നത്. പിന്നെ ബൗണ്ട് വോളിയം ചാർജ് ഡെൻസിറ്റി ആയിക്കൊണ്ട് റോ ബി എന്ന് പറയാം. നമുക്ക് അത്യാവശ്യമില്ല. ഇനി ബൗണ്ട് ചാർജ് പോലെ തന്നെ ഉള്ളതാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. അപ്പൊ വോളിയം ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്തു, അതിനൊരു പർട്ടിക്കുലർ വോളിയം ഉണ്ടല്ലോ. അപ്പൊ ആ വോളിയത്തിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോളിയം ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്.
പോളറൈസേഷൻ ഇൻ ഡൈഇലക്ട്രിക്സ്. കാരണം പോളറൈസേഷൻ ഇൻ ഡൈഇലക്ട്രിക്സ് ആണ് എന്ത് ചെയ്യാൻ കാരണം ഈ ബൗണ്ട് ചാർജസും വോളിയം ചാർജസും എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ഡൈഇലക്ട്രിനകത്ത് സംഭവിക്കുന്ന പോളറൈസേഷൻ കാരണമാണല്ലോ ഈ ബൗണ്ട് ചാർജസ്. ബൗണ്ട് ചാർജും വോളിയം ചാർജും ഉണ്ടാകും. ഇനിയിപ്പം ഈ ബൗണ്ട് ചാർജ് അല്ല ഇവിടെ വോളിയം ചാർജ് ആണ് കൊടുക്കുന്നതെങ്കിലും ഇതിന്റെ ആൻസർ പോളറൈസേഷൻ ഇൻ ഡൈഇലക്ട്രിക്സ് തന്നെയാണ്. കാരണം ഡൈഇലക്ട്രിക്കിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു പോളറൈസേഷൻ കാരണമാണ് ഇത്തരത്തിലുള്ള ബൗണ്ട് ചാർജും വോളിയം ചാർജും അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? പോളറൈസേഷൻ ഇൻ ഡൈഇലക്ട്രിക്സ് ആണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഡിപ്പെൻഡ്സ് ഓഫ്. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോയിൽ ഡിപ്പെൻഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നമ്പർ ഓഫ് ടേംസ്, അതിന് n വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഏരിയ, പിന്നെ ലെങ്ത്. അപ്പൊ ആൻസർ വരുന്നത് എന്താണ്? ഓൾ ഓഫ് ദ എബവ് ആണ്. കാരണം നമുക്കറിയാം സെൽഫ് ഡിപ്പെൻഡൻസ് ഡിപ്പെൻഡ്സ് ഓൺ ജോമെട്രി ആൻഡ് നമ്പർ ഓഫ് ടേൺസിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? ജോമെട്രി ആൻഡ് നമ്പർ ഓഫ് ടേൺസിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ജോമെട്രി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അതിനകത്ത് ലെങ്തും ഏരിയ ഒക്കെ വരുമല്ലോ. ലെങ്ത്, ബ്രെഡ്ത്ത്, ഏരിയ, ഹൈറ്റ് അതെല്ലാം വരുന്നത് ജോമെട്രിയിലാണ്. സോ ഇവിടെ പറഞ്ഞ ഏരിയയും ലെങ്തും വരുന്ന എവിടെയാണ്? ജോമെട്രിയിലാണ്. നമ്പർ ഓഫ് ടേൺസ് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ജോമെട്രി ആൻഡ് നമ്പർ ഓഫ് ടേൺസിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ കോയില് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ എല്ലാം വരുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് in Faraday's law, the induced EMF is proportional to. Induced EMF എന്തിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ട്? അതായത് ഫാരഡേയുടെ ലോയിനകത്ത് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തിനെയാണ് ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പം ഓപ്ഷൻസ് വരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിനെയാണ്. അപ്പം എന്തിനെയാണ്? നമുക്കറിയാം ഒരു കറണ്ട് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അവിടെയുള്ള കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഈ പറയുന്ന കറണ്ടിന് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. സോ ഇത് കറക്റ്റ് ആൻസർ ഏതാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് കാരണമാണ് ഫാരഡേസ് ലോയിലെ ഇൻഡ്യൂസ്ഡ് കറണ്ട്, ഇൻഡ്യൂസ്ഡ് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതായത് കറണ്ട് ഉണ്ടാവുന്നത്. സോ ഇവിടെ കറക്റ്റ് ഇത് വരുന്നത് d/E/dt. അതായത് എന്താണ്? ടൈമിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ്. ടി എന്താണ്? ടൈമിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ് M ആണ്. ഫൈ എന്താണ്? ഫ്ലക്സ്. M കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ dt ടൈമിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഫാരഡേസ് ലോയിലെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് the speed of an electromagnetic wave in a vacuum is the speed c of an electromagnetic wave in vacuum is ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ്. കാരണം എന്താണ്? സ്പീഡ്. the speed is determined by the permittivity and permeability of free space. ഫ്രീ സ്പേസ് ആണല്ലോ വാക്യൂത്തിൽ വരുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? the speed of an electromagnetic wave in vacuum is 1/√μ0/ε0. ഒന്നുകൂടെ പറയാം. ഈ സ്പീഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ പെർമിറ്റിവിറ്റി ആൻഡ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനർജി ഡെൻസിറ്റി ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ. എനർജി ഡെൻസിറ്റി ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ്? നമ്മൾ ഇതെല്ലാം ഇക്വേഷൻ വഴി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. U ഈക്വൽ ടു ഇതാട്ടോ. U ഈക്വൽ ടു ½ ε² + 1/2 μ0b². അതായത് ഇത് എന്താണ്? ഇത് എന്തിന്റെയൊക്കെ സമ്മാണ്? ഇത് ഈ ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, U ഈക്വൽ ടു ½ ε² എന്നുള്ളത്, ഇതെന്താണ്? ഇത് ഇലക്ട്രിക്കിന്റെ അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി ആണ് ഇത്. അതുപോലെ U ഈക്വൽ ടു ½ 1/2 μ0b² എന്നുള്ള എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി ആണ്. അപ്പം ഇവിടെ എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേനും എനർജി ഡെൻസിറ്റി ഇസ് ദ സം ഓഫ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റീസ് എന്ന് വരും. അതായത്
എഴുതാം. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോഴത്തേനും സം ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റീസ്. അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിന്റെ സം. ഇത് എന്തിന്റെ സമ്മാണ്? ഇത് ഇലക്ട്രിക് എനർജി ഡെൻസിറ്റി, ഇതെന്താണ്? ഇത് മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മാണ് ശരിക്കും എനർജി ഡെൻസിറ്റി ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ. ഇലക്ട്രിക്കിന്റെ ടേം വന്നു, മാഗ്നറ്റിക്കിന്റെയും കൂടെ ടേമിന്റെ സം എടുത്തിട്ടാണ് നമ്മൾ ടോട്ടൽ എനർജി ഡെൻസിറ്റി, അതിനെയാണ് നമ്മൾ യു എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ നോക്കുമ്പോഴത്തേനും നമുക്ക് നല്ല ഫെമിലിയർ ആണ്. നമ്മുടെ കൂളംസ് ലോ എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു കൂളംസ് ലോ, ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്, അതെങ്ങനെയായിരുന്നു എഴുതുന്നത്? E ഈക്വൽ ടു 1/4πε. ഇതിനാണല്ലോ നമ്മൾ ഈ കെ വെച്ചിട്ട് പറയുന്നത്. Q ബൈ ആർ സ്ക്വയർ, അപ്പം ഇതിങ്ങനെ എഴുതുമ്പോ Q/r² ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, Q/r². അപ്പൊ K എന്താണ്? 1/4πε ആയിരുന്നു നമ്മൾ K വെച്ചിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ദ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് as. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിന് എങ്ങനെയാണ് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ഇൻക്ലൂഡ്സ് ദ എഫക്ട്സ് ഓഫ് ഫ്രീ ആൻഡ് ബൗണ്ട് ചാർജ്. നമ്മൾ മുമ്പ് പറഞ്ഞ ബൗണ്ട് ചാർജസ് ഉണ്ടായിരുന്നല്ലോ, ഇലക്ട്രിക് മെറ്റീരിയലിന്. അത് പോളറൈസേഷനും കാരണം ഉണ്ടാവുന്ന ബൗണ്ട് ചാർജസ്, അത് ഐറ്റംസും മോളിക്യൂൾസും ബൗണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന് ആ മെറ്റീരിയലിൽ നിന്ന് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് as എന്തൊക്കെയാണ്? ഫീൽഡ് ഇൻക്ലൂഡ്സ് ദ എഫക്ട്സ് ഓഫ് ഫ്രീ ആൻഡ് ബൗണ്ട് ചാർജസ്. ഫ്രീയും ബൗണ്ട് ചാർജസും കൂടെ ചേർന്നിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ശരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ D=E+P ആണ്. ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഒക്കെ പഠിച്ചപ്പോഴത്തേന് ഈ ഡയറക്റ്റ് ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്.